പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വരുന്നത് ഒരു പ്രത്യേക കാര്യം നിങ്ങളെ അറിയിക്കാനും നിങ്ങളോട് ചിലത് പറയാനും നിങ്ങൾക്ക് അവകാശമുണ്ട് ചോദിക്കാൻ. അതായത് ഞാനിടുന്ന വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യം ശരിയല്ല എങ്കിൽ നിങ്ങൾ പുരോഹിതന്മാരോ മെത്രാന്മാരോ പരിശുദ്ധരായ വിശ്വാസികൾ, അതായത് വിശ്വാസികൾ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ച എല്ലാ വിശേഷ ദിവസങ്ങളിലും പാപങ്ങൾ ഏറ്റു പറഞ്ഞ് കുമ്പസാരിച്ച് കുർബാന കൊള്ളുന്നവരാണ്. അപ്പോൾ അവർ പാപികളല്ല, അവർ പരിശുദ്ധരാണ്, ദൈവത്തെക്കാൾ പരിശുദ്ധരാണ്. അപ്പോൾ ആ പരിശുദ്ധ വിശ്വാസികൾക്കോ എന്നോട് ചോദിക്കാൻ ഞാൻ ഇരുന്ന വീഡിയോയിൽ തെറ്റുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ കുർബാന എന്ന കാര്യം എവിടെ നിന്നുണ്ടായി എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അതായത് യേശു സിഹിയോൻ മാളികയിൽ ശിഷ്യന്മാരുമായിട്ട് കൂടിയപ്പോൾ അപ്പവും വീഞ്ഞും എടുത്ത് വാട്ടി അവർക്ക് കൊടുത്തു. അതിനെ പുരോഹിത വർഗ കുർബാനയാക്കി മാറ്റി. എന്തുമാകട്ടെ, എന്നാൽ ഈ കുർബാനയിൽ എന്താണ് അവർ യേശു അപ്പവും വീഞ്ഞും വാട്ടിക്കൊടുത്തു, അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ അവിടെ പ്രധാനമായും വേണ്ടത് ദൈവത്തിൻ്റെ കാര്യവും ശിഷ്യന്മാരുടെ കാര്യവുമാണ്. ഇവിടെ അതല്ല. കുർബാനയിൽ നമ്മുടെ പിതാക്കന്മാരെ നമസ്കാരങ്ങളിലും കുർബാനകളിലും ഓർക്കണം. ഏത് പിതാക്കന്മാരെ? ഏത് നല്ലവനായ പിതാവിനെ ഓർക്കണ്ടേ? സഭ ഉണ്ടാക്കിയവരെയോ? ക്രിസ്തുവിന് വേണ്ടിയാണോ നിങ്ങൾ സഭ ഉണ്ടാക്കിയത്? നിങ്ങളുടെ പോക്കറ്റ് നിറയ്ക്കാനായിട്ട് നിങ്ങളുടെ സഭകൾ ഉണ്ടാക്കി വിശ്വാസികളെ അടിമകളാക്കി കാണുന്നതിനും കേൾക്കുന്നതിനും എല്ലാം പിരിവെടുത്ത് സുഖജീവിതം നയിക്കുന്ന എയർ കണ്ടീഷൻ കാറിൽ നിറയെ കുറേ നടക്കുന്നു. ഭദ്രാസനങ്ങളിലും അരമനകളിലും സുഖമായി ഇരുന്ന് പൃഷ്ടാനമായ ഭോജനം കഴിച്ച് ജീവിക്കുന്ന നിങ്ങളെ നമസ്കാരങ്ങളും കുർബാനകളിലും ഓർക്കണമെന്ന് പറയാനായിട്ടാണ് നിങ്ങൾ കുർബാന ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വേണ്ട. ഇപ്പോൾ വാഴുന്ന കൊലപാതകന്മാരെ എല്ലാം നമ്മൾ ഓർക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാണ് ഇന്ന് കുർബാനയിൽ കാണുന്നത്. ഇന്ന് പല പല പള്ളിയിൽ പോകാനിടയായി. അവിടെ മെത്രാനായിരുന്നു പ്രധാന പുരോഹിതൻ, പ്രധാന കർമ്മി. അദ്ദേഹം ഇന്ന് 2 പരിശുദ്ധന്മാരുടെ തിരുവേദിമാരുടെ ഓർമ്മയാണ്. പിന്നെ അവർ സഭയ്ക്ക് ചെയ്ത കാര്യങ്ങൾ അത് കേൾക്കാനാണെന്ന് അതിന് ചരിത്ര പുസ്തകമുണ്ട്, അത് വായിക്കട്ടെ. അവരെന്തൊക്കെ ചെയ്തു എന്നുള്ളതിനുള്ള എല്ലാ കാര്യങ്ങളും പറയുമോ? അവർ സഭയ്ക്ക് വേണ്ടി ചെയ്തു, അവരെങ്ങനെ ജീവിച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? ഇല്ല. സഭയ്ക്ക് വേണ്ടി ഇവരുടെ പോക്കറ്റിൽ നിന്നോ ഇവർ വല്ലോ അധ്വാനിച്ചെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എനിക്കറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇന്ന് എല്ലാ പുരോഹിതവർക്ക് അവരുടെ മേൽക്കോയ്മ, അവരുടെ കഴിഞ്ഞു പോയ കള്ളന്മാരും കൊലപാതകങ്ങളുമായ എല്ലാവരെയും വിശേഷങ്ങൾ വിളിച്ചു പറയാനായിട്ടാണ് കുർബാനയുടെ മധ്യത്തിൽ പ്രസംഗിക്കാൻ നിൽക്കുന്നത്. ആയിക്കോട്ടെ, അതിന് നിങ്ങൾക്ക് വേറെ സമ്മേളനം, അവിടെ വേറെ ഹോളുകളുണ്ട്. അവിടെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ അവിടെ ഈ പ്രധാന ദിവസം 2 തിരുമേനിമാരുടെ ഓർമ്മ ദിവസമാണ്, നിങ്ങൾ അവിടെ വന്നു കൂടണം, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അവിടെ ഒരു സമ്മേളനം വയ്യേ. ഈ പരിശുദ്ധ ദേവാലയത്തിൽ തിരുവലി അർപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ തിരുവലിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. തിരുവലി ഒരു കാരണം മാത്രമായി വെച്ചിരിക്കുക നിങ്ങൾ. ബാക്കിയെല്ലാം മെത്രാന്മാരുടെയും പുരോഹിതന്മാരുടെയും മേന്മ
മരിച്ചു പോയവർക്ക് വേണ്ടി അവരെ പ്രാർത്ഥനയിൽ കുർബാനയിൽ ഓർക്കണം. കുർബാനയിൽ ആരെ ഓർക്കണ്ടേ? ക്രിസ്തുഷ്ടാവിനെയാണ്. അല്ലാതെ നിന്റെയൊക്കെ കണ്ടമാനം നടന്ന മെത്രാന്മാരെ അല്ല. ഏത് വേണ്ട ഓരോ സഭയും നല്ലതായി ജീവിച്ച മെത്രാൻ 1-2 മെത്രാന്മാരുണ്ട്. അവർ പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും പുറകെ പോയവരല്ല. അവര് കുറ്റയായ കൊച്ചു തരുമേനി നടന്നും കാളവണ്ടിയിലും കയറിയ ഓരോ സ്ഥലത്ത് പോയിരുന്നത്. ഇന്ന് അതിന് പകരം ഓരോ ആവുമ്പോഴേയും 2-3 കാറുകൾ, എയർ കണ്ടീഷൻ കാറുകൾ അതിന് സഞ്ചരിച്ച് നടന്നിട്ട് വിശ്വാസികളെ കുറ്റം പറയുക. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നില്ല എന്നിട്ട് ഒരു പറച്ചിട്ട് പറയും നമ്മുടെ ഇടവകയിൽ നമ്മുടെ പള്ളിയിൽ ഇന്നതില്ല, അത് നമുക്ക് വേണം. എവിടെ? നിങ്ങൾ ഒരു ഉദാഹരണമാണ്. യെരുശലേം ദേവാലയത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നത്? എത്ര സ്വർണ്ണക്കുരിശുണ്ടായിരുന്നു, എത്ര വെള്ളിക്കുരിശുണ്ടായിരുന്നു, അവിടെ എന്തുവായിരുന്നു നടന്നിരുന്നത്? നിങ്ങൾ ഇന്ന് വിശ്വാസികളെ നിങ്ങളെല്ലാവരും പരിശുദ്ധന്മാരാണ്. നിങ്ങൾ മറ്റുള്ളവരെ നോക്കത്തില്ല, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള പാവം പിടിച്ചവരെ നോക്കത്തില്ല. അവരവരുടെ ലെവലിലുള്ളവരെ, അതിൽ കൂടിയവർ നിങ്ങളെല്ലാവരും നോക്കുന്ന മുകളിലോട്ടാണ്. ഒരു ദിവസം മുകളിലോട്ട് നടന്ന് നിങ്ങൾ താഴെ വീഴും. അതിന് നിങ്ങളെ നയിക്കുന്ന ഈ പുരോഹിത വർഗം മെത്രാന്മാരുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു. ഈ പുരോഹിത വർഗം, കള്ളപ്പുരോഹിത വർഗം, അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഈ കുർബാന ചൊല്ലുന്നത്. അല്ലാതെ എന്തുവാ കുർബാനയിലെ മുഴുവൻ ഭാഗം എടുത്ത് നിങ്ങളൊന്ന് ആലോചിച്ച, ഒന്ന് ആവർത്തിച്ച് ആ പുസ്തകം എടുത്തൊന്ന് വായിച്ചു നോക്കുവിൻ. അതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ഞാനിപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. ഏതെങ്കിലും പുരോഹിതനോ മെത്രാനോ അല്ലെ പരിശുദ്ധരായ ആത്മായരോ എല്ലാവരും പ്രാർത്ഥന കൂടും. അവിടെ ഞാൻ പുറയിലെ ഏതെങ്കിലും യാദൃശ്യമായി പോയിരുന്നാൽ അവർക്ക് പ്രശ്നമാത്. പ്രസവിക്കുന്നവൻ്റെ പ്രസംഗം പോലും മാറിപ്പോകുന്നുള്ളതാണ്. ഇവനൊന്നും എന്നോട് ചോദിക്കത്തില്ല. നിങ്ങൾക്ക് ചോദ്യമുണ്ടെങ്കിൽ പറ, കുർബാന എന്താണ്, അതിലെന്തൊക്കെയാണ് നടക്കുന്നുള്ളത്.